മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ചേർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സഹകരണം UDFന് ഗുണകരമായി എന്നാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാനായി വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ടെന്നും യോഗം വിലയിരുത്തിയിരിക്കുന്നു. സ്വാലിഹ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. നോക്കാം മുസ്ലിം ലീഗിന്റെ ചിന്തകൾ, മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലുകൾ എങ്ങനെയാണ് എന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്. അതായത് ഈ ജമാഅത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ സമ്പർക്കം, ഈ കൂട്ടുകെട്ട് അത് വലിയ നേട്ടം ചെയ്തുവെന്നാണോ മുസ്ലിം ലീഗ് വിലയിരുത്തിയിരിക്കുന്നത്? അതിനനുസരിച്ച് തന്നെ ആ സഹകരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ തന്നെയാണോ അവർ തേടുന്നത്? മനു, തീർച്ചയായും മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഈ UDF സഹകരണം ഗുണം ചെയ്തുവെന്ന് വെൽഫെയർ പാർട്ടിയും വിലയിരുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിലും വലിയ ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായത് ഇത് ഗുണം ചെയ്തു എന്ന് തന്നെയാണ്. കാരണം മലപ്പുറത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ നേട്ടമാണ് മലപ്പുറത്ത് UDF മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തുകളുമുണ്ട്. 6ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രതിപക്ഷമേ ഇല്ലാത്ത സാഹചര്യമുണ്ട്, പഞ്ചായത്തുകളുണ്ട്. അങ്ങനെ വലിയ നേട്ടം UDFന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 12 നഗരസഭകളിൽ ഒരെണ്ണം മാത്രമാണ് LDFന് ലഭിച്ചത്, അത് പൊന്നാനിയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 15 എണ്ണമാണ്, അതിൽ 14 UDFന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പൊന്നാനിയിലുള്ളത് നറുക്കെടുപ്പിലേക്ക് പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ 94 ഗ്രാമപഞ്ചായത്തിൽ 3 എണ്ണം മാത്രമാണ് LDFന് ലഭിച്ചത്. മറ്റെല്ലാം UDFനും ഒരെണ്ണം, 90 എണ്ണം UDFനും ഒരെണ്ണം ജനകീയ വികസന മുന്നണിയുമാണ് നേടിയിരുന്നത്, പൊന്മുണ്ട പഞ്ചായത്തിലേത്. ഇതിൽ മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ജമാഅത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള സ്ഥലം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ്. അവരുടെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ പെരിന്തൽമണ്ണ നഗരസഭയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഒരു ഗുണമാണ് ഈ മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ ലഭിച്ചത്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ നഗരസഭയിലൊക്കെ ഈ വെൽഫെയർ പാർട്ടി സഹകരണം ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനുണ്ട്. ഇത് വോട്ട് കൊണ്ട് മാത്രമല്ല, പകരം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനങ്ങൾ ഇത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു ഐക്യമുണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷ ഐക്യമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇത് നിയമസഭയിലേക്ക് കൊണ്ടുപോകണമെന്ന അഭിപ്രായം മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം, അത് പരസ്യമായിട്ട് കൊണ്ടുപോകാനാണോ രഹസ്യമായിട്ട് കൊണ്ടുപോകാനാണോ അവരുടെ താല്പര്യം? ജില്ലയിൽ സീറ്റ് നൽകി മനു, നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് നമുക്കറിയാം വെൽഫെയർ പാർട്ടിക്ക് മുന്നണിയുടെ ഭാഗമാകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എളുപ്പത്തിൽ UDF അങ്ങനെ മുന്നണിയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതേസമയം ഇത്തരത്തിൽ അവരുമായി ഒരു സഹകരിച്ചു പോവുക, വല്ല ബോർഡ് നേരത്തെ ഉള്ള ബോർഡ് സ്ഥാപനങ്ങൾ അതൊക്കെ ലഭിക്കുന്നത് ഇവർക്ക് നൽകുക, ഇങ്ങനെയൊക്കെയുള്ള നീക്കുപോക്കുകളായിരിക്കും ഇവർക്ക് നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇവരുടെ ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് നമുക്ക് നേരത്തെ ഉള്ള കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിലമ്പൂരിലൊക്കെ കണ്ടതുപോലെ പരസ്യമായി പ്രചാരണത്തിൽ ഇറങ്ങാതെ കൂടുതൽ സ്വതന്ത്ര സീറ്റുകളിലേക്ക് അവർ മത്സരിക്കുന്നതാണ്, സ്വതന്ത്രരായി മത്സരിക്കുന്നതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. നമുക്ക് ഈ കലാശക്കൊട്ടിലൊക്കെ വലിയ ആവേശം ഉള്ള സമയത്ത് പോലും വെൽഫെയർ പാർട്ടിയുടെ ഒരു കൊടി പോലും ഉപയോഗിക്കാതിരിക്കാൻ ഇത്തവണ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ വിജയാഹ്ലാദത്തിൽ അവർ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ രഹസ്യമായ നീക്കുപോക്കുകൾ, ഇതൊക്കെ പ്രാദേശിക നീക്കുപോക്കുകൾ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സംസ്ഥാനത്തുടനീളം എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള സഹകരണം ഉണ്ടായിരുന്നു. അത് പ്രാദേശിക നീക്കുപോക്കായിരുന്നു എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, അത് തുടരാം. അവർക്കുണ്ടായ ഈ നേട്ടം ഏതാണ്ട് 75 ഡിവിഷനുകളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അവർ ഈ സഹകരണത്തിന്റെ ഭാഗമായും അല്ലാതെയും വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിലയിരുത്തുന്നത് അവരുടെ വിശ്വാസ്യതയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസ്യതയാണ്.
അത് തുടരാം, അത് UDF-ന് കൊണ്ടുപോകാമെന്ന ഒരു ആത്മവിശ്വാസം വെൽഫെയർ പാർട്ടി നേതാക്കളും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. മനു, ശരി, താങ്ക് യു സ്വാലിഹാണ് ഈ വിവരങ്ങൾ നൽകിയത്.